ഹലോ ഹലോ, MK തോമസ് സാറല്ലേ? അതേലോ, പറഞ്ഞോ. ഞാന് കേരളത്തിൽ ഇടുക്കിയില് ഞങ്ങള് അടിമാലിയിലാണ്. ഞാൻ വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. ഓ അവിടെ കുറച്ചൊക്കെ തല്ലി വിലയുന്നില്ല. ഞാന് സാറിന്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇതൊരു എഡുവ എന്ന് പറഞ്ഞ FB പേജിൽ എഡ്യൂ കണ്ടു. വാച്ച് 2.0. ആ അതെ, അതെ. അതിനെ കുറിച്ച് ഈ ബാംഗ്ലൂരുള്ള കോളേജുകളെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ എനിക്കൊരു സംശയം ചോദിക്കാൻ. ആ സംശയം എന്ന് പറഞ്ഞാല് എൻ്റെ മകള് 2 വർഷം മുമ്പ് ഇവിടെ ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ പഠിച്ച് അവിടുന്ന് BSc നഴ്സിംഗ് പാസ്സായി. മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ അവരുടെ ജോലി വിട്ടു വേറെ സ്ഥലത്തൊരു വേറെ കോഴ്സ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ. അപ്പൊ അവൾക്ക് ഇപ്പൊ ഒരു കോൺവൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, ബാക്കി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി, പക്ഷെ കോൺവൊക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അവളുടെ കൂട്ടത്തിൽ പഠിച്ച പിള്ളേർ അവിടെ പോയി ചിലരൊക്കെ വാങ്ങിച്ചപ്പം ഒരു 20,000 റുപ്പീസോളം വേണമെന്ന് പറഞ്ഞു. അപ്പൊ മോൾക്ക് ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഉടനെ അത്യാവശ്യമായിട്ട് വരും നമുക്ക്. അപ്പൊ സാറേ, ഈ ഇത്രമാത്രം അതൊരു കത്തോലിക്കരുടെ കോളേജായിരുന്നു, കത്തോലിക്കരുടെ മലയാളികൾ നടത്തുന്ന കോളേജായിരുന്നു. കത്തോലിക്കരുടെ മലയാളി നടത്തുന്ന ജെസൂട്ട്സ്, അത് ആര് നടത്തുന്ന കോളേജ്? അത് സാർ ജോസഫ് സാർ എന്നാ പറഞ്ഞത്. അത് ആ കോളേജിന്റെ പേര് ക്വാളിറ്റി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ജോസഫ് അതെ, അവൻ ലോക ഫ്രോഡ് കള്ളൻ. അവനാണ് അച്ഛന്മാരോടൊന്ന് പറയാം, അങ്ങനെ പറയാതെ അവർക്കൂടെ നാണക്കേടാ അത്. ഓക്കെ. അതായത് അവരുടെ പേര് ഗ്രൂപ്പിന്റെ അവര് ഈ ഇത് ക്വാളിറ്റി അല്ലേ? അതായത് എന്റെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലേ, ദൈവം അനുഗ്രഹം തന്നില്ലായിരുന്നു അവളെ മോളെ പഠിപ്പിക്കാൻ വിടാൻ നേരത്ത്? അറിയാവില്ല എന്തെല്ലാം സംഭവിച്ചെന്നുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. ഇത് അവരുടെ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് 10-40 കിലോമീറ്റർ അകലമുണ്ട്. കെങ്കേരി റോഡിലുണ്ട്. കെങ്കേരി റോഡ് ക്വാളിറ്റി ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടെ തോമസ് സാർ എന്നാണ് അറിയപ്പെടുന്നത്. ജോസഫ്. അപ്പൊ അവിടെ മോള് പഠിച്ച സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പം കോൺവൊക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇതിപ്പോ ആദ്യം പഠിച്ചിറങ്ങി കഴിയുമ്പോഴേ കോൺവൊക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതാണല്ലോ. പലവട്ടം ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല, തന്നിട്ടില്ലത്. അപ്പം അവിടെ കൊടുത്ത് പഠിച്ച് 2-3 പിള്ളേർ പോയിട്ട് പറഞ്ഞ 20,000 റുപ്പീസ് പേ ചെയ്തെങ്കിലും മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ. എനിക്ക് അനുഭവിച്ച ഒരു ഐഡിയ അല്ല സാറേ ഇത്രയും രൂപ കൊടുക്കണ്ടായിട്ട് ഒരു കൊണ്ട് സർട്ടിഫിക്കറ്റ് വേണ്ടി അറിയാൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് 20,000 അവൻ കള്ളത്തരത്തിൽ മേടിക്കുന്ന ആളാരും നിങ്ങൾക്ക് ഇതുവരെയായിട്ട് സാധാരണ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് മനസ്സിലായിട്ടില്ലേ? നിങ്ങളെ ചെറിയ പൈസ കൊണ്ട് പോയിട്ട് ഈ 4 കോഴ എത്ര രൂപ പിരിഞ്ഞു മേടിച്ചായിരുന്നു? നിങ്ങൾ ആരെങ്കിലും അതിന് എതിര് പറഞ്ഞോ? ഇല്ലല്ലോ. അതുകൊണ്ട് ബാക്കി അടുത്ത അവസ്ഥ ഇതും കൂടെ അല്ലേ മേടിക്കാൻ പറ്റത്തുള്ളൂ, ഇനി ഒന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോ.